നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ, ഫുട്ബോൾ ലോകം വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറുമ്പോൾ, മുൻകാല കഥകളും ഗതകാല സ്മരണകൾ അയവിറക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്, സാധാരണമാണ്. ഇതാ പോയ വേൾഡ് കപ്പിലെ ജേതാവായ അർജൻറ്റീനയുടെ താരം റോദ്രിഗോ ഡീപോൾ ഒരു കാര്യം പറയുന്നു. വേൾഡ് കപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തനിക്കൊരു പാഴ്സൽ വന്നു. അതിലൊരു ഗോൾഡൻ ഐഫോൺ ഉണ്ടായിരുന്നു. ആരാണ് ഐഫോൺ അയച്ചത്? അതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തായിരുന്നു? ഇതെല്ലാം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗോൾഡൻ ഐഫോൺ ലഭിച്ചു, പാഴ്സലായിട്ട് ലഭിച്ചു. എനിക്ക് മനസ്സിലായില്ല ആരാണിപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ ഐഫോൺ അയച്ചതെന്ന്. അപ്പോൾ ഓട്ടാമെൻ്റി ആ സമയത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ഗോൾഡൻ ഐഫോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആരാണ് ഈ ഗോൾഡൻ ഐഫോൺ അയച്ചത് എന്ന്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ എല്ലാ താരങ്ങൾക്കും ഗോൾഡൻ ഐഫോൺ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സോഴ്സ് അൺനോൺ ആണ്. ആരാണ് ഇത് അയച്ചതെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ ലിയോ ആണ് സംസാരിച്ചിരുന്നത്. ലിയോ മെസ്സി പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നു നിനക്ക് ആ ഫോൺ ഇഷ്ടപ്പെട്ടു എന്ന്. യു ആർ ഗോൾഡൻ പ്ലേയേഴ്സ്. നിങ്ങളെല്ലാവരും ഗോൾഡൻ പ്ലേയേഴ്സാണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് അർഹിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സിമ്പിൾ ഗിഫ്റ്റാണ്. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കുള്ളൊരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി സൂചകമായി ഞാൻ തന്നതാണ്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പോരാളികളാണ്. എല്ലാ അർജൻറ്റീൻ പ്ലേയേഴ്സും, ഞാൻ മനസ്സിലാക്കിയത് എല്ലാ അർജൻറ്റീൻ പ്ലേയേഴ്സിനും മെസ്സിയിൽ നിന്ന് ഈ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് വലിയ സന്തോഷത്തോടെ എല്ലാവരും ഐഫോൺ സ്വീകരിച്ചു. പക്ഷെ ആരും അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം എല്ലാവരും അത് ഒരു മൊമെൻറ്റോ ആയിട്ട് അത് എടുത്തു വെക്കുകയാണ് ചെയ്തത്. വളരെ കെയർഫുള്ളി ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു മൊമെൻറ്റോ ആയിട്ട് ആ ഐഫോൺ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത്. ആൻഡ് വാട്ട് എ മൊമെൻറ്റോ! ആരാ അത് തന്നിരിക്കുന്നത്? വി ആർ ലക്കി ടു ഹാവ് എ ലീഡർ ലൈക്ക് ഹിം. അദ്ദേഹത്തെ പോലുള്ളൊരു ലീഡറെ ലഭിച്ചതിൽ ഞങ്ങളെല്ലാവരും വലിയ ഭാഗ്യവാന്മാരല്ലേ എന്നുകൂടി റോദ്രിഗോ ഡീപോൾ പറയുന്നു. ഓ, വാട്ട് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി, വാട്ട് ആൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ലിയോ മെസ്സി എന്ന നായകൻ തൻ്റെ പടയാളികൾക്ക്, അങ്ങനെ പറയണം, ലിയോ രാജാവാണെങ്കിൽ ബാക്കി അർജൻറ്റീൻ താരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കളിക്കളത്തിൽ കൈമേയ് മറന്ന് പോരാടിയ പോരാളികളാണ്. അവർക്ക് ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഗോൾഡൻ ഐഫോൺ കൊടുത്തു. അവരാരും അത് ഉപയോഗിച്ചില്ല, മറിച്ച് അമൂല്യനിധിയായി അവരുടെ ശേഖരത്തിൽ അത് സൂക്ഷിച്ചു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.